ഇന്ന് അമ്മാസ് രുചികളിൽ സദ്യയിലൊക്കെ വിളമ്പുന്ന ഒരു ഐറ്റം ഓലനാണ് ഉണ്ടാക്കാൻ പോണത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, നല്ല വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. സാധാരണ എല്ലാത്തിനകത്തും നമ്മൾ കണ്ടമാനം മുളക് പൊടിയും ഒക്കെ ഇട്ടുണ്ടാക്കുന്നത്, ഇതൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതിനകത്ത് കുമ്പളങ്ങയുടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, ചേമ്പ് എടുത്തിട്ടുണ്ട്. ഈ രണ്ട് സംഭവങ്ങളും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. അതേ സമയത്ത് നമ്മൾ തേങ്ങാപ്പാൽ എടുത്തേക്കാണ്. തേങ്ങാപ്പാൽ 1-ാം പാൽ 2-ാം പാലെന്നൊന്നുമില്ല, ഒരൊറ്റപ്പാൽ, ഏകദേശം ഒരു 3/4 കപ്പോളം പാൽ അത്രയും വേണം. തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കുകയാണ്. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഉപയോഗിക്കാം, മേടിക്കുന്ന തേങ്ങാപ്പാലൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇങ്ങനെ എടുക്കുമ്പം ഓലനുണ്ടാക്കുമ്പോൾ ഈ പാലിന് തന്നെയാണ് ടേസ്റ്റ് കേട്ടോ. അത് ചേർക്കുമ്പം തന്നെയാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ അരിഞ്ഞ് വെച്ചു. അതായത് ചേമ്പരിയുവാണ്, തേങ്ങാപ്പാലും അരിച്ചെടുത്ത് വെച്ചു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിഞ്ഞ് വെച്ച കുമ്പളങ്ങയും ചേമ്പും ഉണ്ടല്ലോ, അത് കുക്കറിലേക്ക് ഇടുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പണ്ട് നമ്മൾ കൽച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ കുക്കറിൽ പെട്ടെന്നായി വരും. അതുകൊണ്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ടു. അതിൻ്റെ കൂടെ എരിവിന് വേണ്ടിയിട്ട് 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയും സംഭവങ്ങൾ ചേർത്ത്. വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ, കുമ്പളങ്ങയിൽ വെള്ളം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വെള്ളം വരും. അതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കണില്ല. കുറച്ച് ഉപ്പും ചേർക്കുക. ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കുക കേട്ടോ, വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. ഇത്രയും സംഭവങ്ങൾ ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിലാണ്. 2 വിസിൽ, ഓരോരുത്തരുടെയും കുക്കറിൻ്റെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമ്മൾ 2 വിസിൽ അടുപ്പിച്ചത്. അതായത് കണ്ടില്ലേ, നല്ല വെന്ത് കിട്ടി. നന്നായി വെന്ത് കിട്ടും. കൽച്ചട്ടിയിലാണെങ്കിൽ കുറേ സമയം എടുക്കുന്നതെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അതായത് ഒരു 3/4 കപ്പോളം തേങ്ങാപ്പാൽ അതും ചേർത്തു. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക, നല്ലതുപോലെ ഒന്ന് ഇളക്കി വയ്ക്കും. അപ്പോൾ നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം. ഇത് ആരാ ചെയ്യുന്നതെന്നറിയാമോ? അമ്മയും പേരമ്മയും കൂടിയാണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ കൈയല്ല, അമ്മയും പേരമ്മയും കൂടിയാണ്. അത് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു, കറിവേപ്പിലയിട്ട്. അടിപൊളിയാണ്. ഉപ്പ് നോക്കണം. പിന്നെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു ബൗളിലോട്ട് എടുത്ത് ഉപയോഗിച്ചോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് അച്ചിങ്ങപ്പയർ ഉണ്ടെങ്കിൽ അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഉണ്ടായിരുന്നില്ല, അതാ ചേർക്കാതിരുന്നേ. അപ്പോൾ ദാ കഴിക്കാറായെങ്കിൽ ഒരു ബൗളിലേക്ക് എടുത്തോളുക. ചോറിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റാണ്. നല്ല എന്താ പറയുക, അടിപൊളി ടേസ്റ്റുമാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. സദ്യയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വെറൈറ്റി വിഭവം തന്നെയാണ് ഓലൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നാളെ സദ്യക്ക് ഉണ്ടാക്കി നോക്കണം, ഓണസദ്യക്ക് ഉണ്ടാക്കി നോക്കണം. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും.